കോഴിക്കോട് നിയമവിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്ത് അറസ്റ്റിൽ. കോവൂരിലെ അൽഫാനെയാണ് ചേവായൂർ പോലീസ് വയനാട് വൈത്തിരിയിൽ നിന്നും പിടികൂടിയത്. അറസ്റ്റിലായ പ്രതിയെ നാളെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കും. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 24-ലാണ് കോഴിക്കോട് ലോ കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ തൃശൂർ പാവറട്ടിയിലെ മൗസ മെഹറിസ് ജീവനൊടുക്കുന്നത്. തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ചേവായൂർ പോലീസ് മൗസയുടെ സഹപാഠികളെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയായ അൽഫാനെക്കുറിച്ച് വിവരം ലഭിച്ചത്. വാഹനപ്രേമിയായിരുന്ന മൗസ കാറുകൾ വിൽപ്പന നടത്തുന്ന അൽഫാനുമായി യാദൃശികമായാണ് പരിചയത്തിലാകുന്നത്. പിന്നീട് ആ പരിചയം കൂടുതൽ ആഴത്തിലേക്ക് വളർന്നു. എന്നാൽ വിവാഹിതനായിരുന്നെങ്കിലും അൽഫാൻ അതിനെ പ്രണയമായി കണ്ട് മൗസയെ നിയന്ത്രിക്കാൻ തുടങ്ങി. ടോക്സിക് രീതിയിലേക്ക് ബന്ധം വളരുന്നത് കണ്ട് അകന്നു തുടങ്ങിയ മൗസയെ ഫെബ്രുവരി 23-ന് രാത്രി ഇരിങ്ങാടൻ പള്ളിയിലെ ചായക്കടയ്ക്ക് മുൻപിൽ വെച്ച് അൽഫാൻ പരസ്യമായി മർദ്ദിച്ചു. കൂടാതെ മൗസയുടെ ഫോൺ താമസ സ്ഥലത്ത് നിന്നും കൈവശപ്പെടുത്തി വീട്ടിലേക്ക് വിളിച്ച് അപവാദ പ്രചരണം നടത്തി. പരസ്യമായി അപമാനിക്കപ്പെട്ടതിന്റെ വേദനയിലാണ് മൗസ ജീവനൊടുക്കിയത് എന്ന് പോലീസ് കണ്ടെത്തി. ആ കുട്ടി ഒരാളെ പ്രണയത്തിലായാൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ പിന്മാറാനുള്ള സ്വാതന്ത്ര്യം കുട്ടിക്കുണ്ട്. അവളെ പിന്മാറാൻ അനുവദിക്കാത്ത രീതിയിൽ അവൻ പിന്നാലെ ശല്യം ചെയ്യുകയും അവളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പബ്ലിക്കായിട്ട് ഒരു തീപ്പെട്ടി നിറഞ്ഞ ചായക്കടയുടെ അവിടെ വെച്ചിട്ട് അവിടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. ആ കുട്ടിക്ക് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിൽ നമ്മളിപ്പോൾ കാണുന്നത്. സംഭവത്തിന് ശേഷം ഗോവ, ബംഗളൂരു, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന അൽഫാൻ ഏറ്റവും ഒടുവിലാണ് വൈത്തിരിയിലെത്തുന്നത്. ഇവിടെയുള്ള ഹോട്ടൽ മുറിയിൽ നിന്നും വയനാട് പോലീസിന്റെ സഹായത്തോടെ രാവിലെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP A. ഉമേഷിന്റെ മേൽനോട്ടത്തിൽ ചേവായൂർ പോലീസ് ഇൻസ്പെക്ടർ S. അജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസും സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.